ഇപ്പോൾ നമ്മളോടൊപ്പം എസ്.എഫ്.ഐ നേതാവ് ആദർശം സജി കൂടി ചേരുകയാണ്. ആദർശ്, വളരെ കൃത്യമായ ഒരു നിലപാട് ഇന്നിപ്പോൾ CJP-യുടെ സ്ഥാപകൻ കൂടിയായ അഭിജിത് ദീപ്കെ അവിടെ ജന്തർ മന്ദിൽ എടുത്ത് നമ്മൾ കണ്ടു. അവിടെ അവർ ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ്. ഒപ്പം തന്നെ അനിശ്ചിതരായിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും അവിടെ ഇന്ന് അവർ പങ്കുവെക്കുകയുണ്ടായി. ഇതിനും എസ്.എഫ്.ഐ എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുണ്ടല്ലേ? അതായത് ഈ സമരത്തിന് CJP-യുടെ ഈ സമരത്തിന് മുന്നോടിയായി അവിടുത്തെ ഭാരവാഹികൾ എസ്.എഫ്.ഐയുടെ ദില്ലി സംസ്ഥാന ഭാരവാഹികളുമായി സമീപിക്കുകയുണ്ടായി. ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ്.എഫ്.ഐയുടെ പിന്തുണ എന്നതിൽ അതിന്റെ ഭാഗമായിട്ടാണ് എസ്.എഫ്.ഐയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ ആ സമരത്തിലേക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ച് അയച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കിയ മെയ് 3 മുതൽ തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും അതോടൊപ്പം തന്നെ NDA എന്ന സംവിധാനം വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയ നീറ്റ് പരീക്ഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം തന്നെ നമ്മുടെ എസ്.എഫ്.ഐയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം ആരംഭിച്ചതാണ് എസ്.എഫ്.ഐയുടെ നേതൃത്വം. സ്വാഭാവികമായിട്ടും മറ്റെല്ലാ വിദ്യാർത്ഥികളും ഈ വിഷയം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരരംഗത്താണ്. അപ്പൊ അതായത് രാജ്യത്തെ വിദ്യാർത്ഥികൾ ആകമാനം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി. അത് ആ നിലയിൽ തന്നെയാണ് CJP-യുടെ ആ പ്രതിഷേധത്തെയും കാണുന്നത്. അതുമായി ബന്ധപ്പെട്ടുണ്ട് ഈ രാജ്യത്ത് ഈ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഈ ഇത്തരത്തിലുള്ള നയപരിപാടികളുമായി BJP ഗവൺമെന്റ് പോകുമ്പോൾ അതിനെതിരായി വരുന്ന എല്ലാ പ്രതിഷേധങ്ങളെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരസപ്പെട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് എസ്.എഫ്.ഐ എല്ലാ കാലത്തും എടുത്ത നിലപാട്. ഇവിടെ ഏറ്റവും പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് ഈ പറഞ്ഞ ഒരു പാറ്റകൾ എന്നൊരു പ്രയോഗമാണല്ലോ. അതിനെ തുടർന്നാണ് അപ്പോൾ CJP എന്ന് പറയുന്നൊരു വലിയ യൂത്ത് മൂവ്മെന്റ് പോലും ഉടലെടുത്തിരിക്കുന്നത്. അതിനോടുള്ള ആ ഒരു CJP എന്ന പാർട്ടിയോടുള്ള ഒരു പ്രതികരണം കൂടി എങ്ങനെയാണ്? അതൊരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, അതോടൊപ്പം തന്നെ NDA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നുള്ളത് ഒരു നാഷണൽ ടോർച്ചറിംഗ് ഏജൻസിയായി മാറിയിരിക്കുന്നു. അതെല്ലാം തന്നെ അവര് ആ ഈ എസ്.എഫ്.ഐ കാലങ്ങളായി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തിന്റെ ഭാഗമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മുദ്രാവാക്യം തന്നെയാണ് അവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിപ്പിടിച്ചത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായി ആ നിലയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CJP അവർ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യവും എസ്.എഫ്.ഐ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമായി നമുക്ക് ഐക്യദാർഢ്യപ്പെടാവുന്ന ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊരു സംഘടനയ്ക്ക് കൊടുക്കുന്ന പിന്തുണ എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയം ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന സമരത്തിന് കൊടുക്കുന്ന പിന്തുണ എന്ന നിലയിലാണ് ഇപ്പൊ എസ്.എഫ്.ഐ ഇതിനു മുമ്പ് തന്നെ 15 വിദ്യാർത്ഥി സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് യുണൈറ്റഡ് സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ എന്ന നിലയിൽ രാജ്യത്ത് 4 കേന്ദ്രങ്ങളിലാണ് വലിയ സമരം നമുക്ക് ആശയപരമായും എല്ലാം തന്നെ വിയോജിപ്പുള്ള സംഘടനകളുമായി ചേർന്നുകൊണ്ട്, അതായത് ഈ രാജ്യത്തെ ദേശീയ വിദ്യാഭ്യാസം എന്ന 2020-നെതിരെ വിദ്യാർത്ഥികളെ ഭാവിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ആ യോജിച്ചുള്ള സമരം നടത്തി. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇതിനെയും നമ്മൾ കാണുന്നത്. യോജിച്ചുള്ള സമരം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരു വിദ്യാർത്ഥി സംഘടനകളുമായും ഒരു വിദ്യാർത്ഥി മൂവ്മെന്റുമായി ഐക്യപ്പെട്ട് സമരം ചെയ്യുക എന്ന നിലപാടാണ്. ഇത് ഈ വിഷയത്തിൽ എസ്.എഫ്.ഐ കൊടുക്കുന്ന പിന്തുണയാണ്. അത് രാജ്യത്ത് ഏത് വിദ്യാർത്ഥികൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുമ്പോഴും അത് എല്ലാ കാലഘട്ടത്തിലും എസ്.എഫ്.ഐ ഒരുമിച്ചും അതോടൊപ്പം തന്നെ ഐക്യദാർഢ്യപ്പെട്ടും സമരം നടത്തിയിട്ടുള്ളതാണ്. ശരി, ആദർശം സജിയാണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വിഷയാധിഷ്ഠിതമായ ഒരു പിന്തുണ അതിനാണ് പ്രാധാന്യം നൽകുന്നത്. CJP എന്നല്ല ഏതൊരു സംഘടന മുന്നോട്ട് വെക്കുകയാണെങ്കിലും ആ വിഷയത്തിൽ ഊന്നിയുള്ള ഒരു പിന്തുണയാണ് എസ്.എഫ്.ഐ നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നു.